നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള 2 മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ രണ്ടാം ടെസ്റ്റിൻ്റെ ആദ്യ ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആദ്യ ദിവസം തന്നെ കളിയുടെ റിസൾട്ട് തീരുമാനമായി എന്നൊരു ഫീലാണ് എനിക്കുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങൾ കഴിയുമ്പോഴും നമ്മൾ സമഗ്രമായ റിവ്യൂ അവതരിപ്പിക്കാറുണ്ട്. പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളിൽ വരുന്ന നിരീക്ഷണങ്ങളും പ്രമുഖ ക്രിക്കറ്റ് പണ്ഡിറ്റുകളുടെ നിരീക്ഷണങ്ങളും ഒക്കെ റെഫർ ചെയ്ത് നമ്മുടേതായ അഭിപ്രായങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് അവതരിപ്പിക്കുന്ന റിവ്യൂകളാണിത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും, കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ കളി കഴിയുമ്പോൾ കളി നമ്മുടെ കയ്യിലിരുന്നു, അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 2 വിക്കറ്റാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. 318 റൺസ് അടിക്കുകയും ചെയ്തു. അതിൽ ഒരു സംശയവും വേണ്ട, ഇന്നത്തെ താരം യശസ്വി ജയ്സ്വാളാണ്. ഈ പോക്ക് പോയാൽ ക്രിക്കറ്റിൽ പല വമ്പന്മാരുടെയും റെക്കോർഡുകൾ അവൻ തകർത്തിടും. ടെസ്റ്റ് ക്രിക്കറ്റിൽ ആ തരത്തിലുള്ളൊരു പെർഫോമൻസാണ് അവരിൽ നിന്ന് വരുന്നത്. ഇന്ന് ഇന്ത്യ 318-ന് 2 എന്ന് പറയുമ്പോൾ 173 റൺസും അവൻ്റെ സംഭാവനയാണ്. 173 നോട്ട് ഔട്ട്. സായി സുദർശൻ 87 റൺസ് അടിച്ചു. സായി സുദർശനും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് ആയിരുന്നു. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടോസ് നമുക്ക് ലഭിച്ചു. ഒടുവിൽ ആഫ്റ്റർ 7 attempts അദ്ദേഹം ഗില്ല് ടെസ്റ്റ് ക്രിക്കറ്റിലെ തൻ്റെ ആദ്യത്തെ ആ ഒരു ടോസ് ഇവിടെ സ്വന്തമാക്കുകയാണ്. നമ്മൾ ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ആദ്യമേ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ പിച്ച് ആദ്യത്തെ 2 ദിവസം പൂർണ്ണമായിട്ടും ബാറ്റിംഗ് ട്രാക്ക് ആയിരിക്കും, പിന്നെ പതിയെ സ്പിന്നിന് അനുകൂലമാവും എന്നുള്ളതൊക്കെ. ടിപ്പിക്കൽ കോട്ട്ല പിച്ച്, ഒരു സ്ലോ ആയിട്ടുള്ള ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ളൊരു പിച്ച്. ആ പിച്ചിലാണ് കളി നടന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ടോസ് കിട്ടി ബാറ്റും കൂടി തീരുമാനിച്ചപ്പോൾ വെസ്റ്റ് ഇൻഡീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അസാമാന്യ പ്രകടനം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് വ്യക്തമായിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, വെസ്റ്റ് ഇൻഡീസിൻ്റെ ബൗളർമാർ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടാണ് പന്തെറിഞ്ഞത്. ഇന്നെറിഞ്ഞ 90 ഓവറുകളിൽ ഒറ്റ എക്സ്ട്രാസ് പോലും അവർ കൊടുത്തിട്ടില്ല. പക്ഷേ വിക്കറ്റ് എടുക്കാൻ അവർ ശരിക്കും ബുദ്ധിമുട്ടി. ആകെ 2 വിക്കറ്റാണ് അവരെടുത്ത്. ആദ്യ സെഷനിലും അവസാന സെഷനിലും ഓരോ വിക്കറ്റ് എടുത്തു. അതിനിടയിലുള്ള സെഷനിൽ വിക്കറ്റ്ലെസ് ആയി എന്ന് മാത്രമല്ല 126 റൺസ് ആ സെഷനിൽ നമ്മുടെ ബാറ്റർമാർ അടിച്ചെടുക്കുകയും ചെയ്തു. ജയ്സ്വാളിൻ്റെ ഒരു ബാറ്റിംഗ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹം ബോളിൻ്റെ മെറിറ്റ് അനുസരിച്ചാണ് ഇന്ന് കളിച്ചത്. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ആ ഒരു അവർ വാച്ച്ഫുൾ ആയിരുന്നു. ദെൻ ലൂസ് ബോളിംഗ് വന്നപ്പോൾ അത് ശരിക്കും മുതലെടുത്ത് അദ്ദേഹം മുന്നോട്ട് പോവുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും ഫൈനൽ സെഷനിലേക്ക് വന്നപ്പോൾ ഒന്നുകൂടി കോഷ്യസ് ആവുകയും ചെയ്തു. ഒരു പോയിന്റിൽ ഇപ്പോൾ ജയ്സ്വാൾ 93 റൺസിലൊക്കെ നിൽക്കുന്ന ഘട്ടത്തിൽ ഫാസ്റ്റ് ബോളേഴ്സ് വന്ന് അദ്ദേഹത്തിന് 6 ഹാഫ് വോളീസ് അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് ബൗണ്ടറി വരുന്നത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ 4 ഷോർട്ട് ബോളുകൾ ബൗണ്ടറിയിലേക്ക് അദ്ദേഹം അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഫുള്ളർ ലെങ്ത്തിൽ നിന്ന് അല്ലെങ്കിൽ ജസ്റ്റ് ഫുള്ളർ ദാൻ ഗുഡ് ലെങ്ത്തിൽ വന്നിട്ടുള്ളത് ഒരു ഫോറും അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു. എന്ന് പറയുമ്പോൾ ഗുഡ് ലെങ്ത് ബോളുകൾക്കെതിരെ ജയ്സ്വാൾ ഒരൊറ്റ ഫോറും ആ ഒരു ഘട്ടത്തിൽ നേടിയിട്ടുണ്ടായിരുന്നില്ല. സെഞ്ചുറിയോട് അടുക്കുന്ന ഒരു ഘട്ടമൊക്കെ ആയിരുന്നു അത്. അപ്പോൾ അത് വളരെ കൃത്യമായിരുന്നു. അദ്ദേഹം ബോളിൻ്റെ മെറിറ്റ് അനുസരിച്ചാണ് ഇന്ന് കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു സെഞ്ചുറി കൂടി വരുമ്പോൾ 24 വയസ്സിന് താഴെയുള്ള ഓപ്പണർമാരിൽ ഏറ്റവും അധികം സെഞ്ചുറി അടിച്ച ബാറ്റർ എന്നുള്ള നിലയിലേക്ക് അദ്ദേഹം ഇപ്പോൾ ഗ്രേം സ്മിത്തിനൊപ്പം എത്തുകയാണ്. 7 സെഞ്ചുറികൾ അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ മൊത്തത്തിലുള്ള കണക്ക് നോക്കുമ്പോൾ ഈ പ്രായത്തിൽ അദ്ദേഹത്തെക്കാൾ കൂടുതൽ സെഞ്ചുറി നേടിയിട്ടുള്ള ഒരു ബാറ്റർ ഉണ്ടെങ്കിൽ അത് സച്ചിൻ ടെണ്ടുൽക്കർ മാത്രമാണ്. ഇപ്പോൾ ജയ്സ്വാൾ 150 റൺസ് അടിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഈ 7 സെഞ്ചുറികളിൽ 5 തവണ അദ്ദേഹം 150+ സ്കോറുകൾ നേടിയിട്ടുണ്ട്. സാക്ഷാൽ ഡോൺ ബ്രാഡ്മാൻ മാത്രമാണ് അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഒരു 24 വയസ്സാകുമ്പോൾ 150+ സ്കോർ നേടിയിട്ടുണ്ടായിരുന്നത്. അത് ഒറ്റ ഒരു നമ്പർ കൂടി ഇനി കൂടുതലുള്ളൂ എന്ന് പറഞ്ഞാൽ അടുത്തൊരു 150+ വന്നാൽ ബ്രാഡ്മാനൊപ്പം എത്തും. അപ്പോൾ അത്തരത്തിലാണ് ജയ്സ്വാൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സകലമാന മഹാരഥന്മാരുടെയും റെക്കോർഡുകൾ അദ്ദേഹം തകർത്തെറിയുന്ന രൂപത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സായി സുദർശൻ്റെ കാര്യം പറയണം. സായി സുദർശൻ ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇന്ത്യയിൽ അത്രയധികം പ്ലെൻറ്റി ഓഫ് ബാറ്റിംഗ് ടാലൻസ് ഉള്ളതാണ്. അദ്ദേഹത്തെ ലോങ് ടേമിലേക്കുള്ള ഇന്ത്യൻ ടെസ്റ്റ് ടീമിൻ്റെ നമ്പർ 3 ബാറ്ററായിട്ടാണ് സെലക്ടേഴ്സ് കാണുന്നത്. പക്ഷേ അതിനനുസരിച്ചുള്ളൊരു പെർഫോമൻസ് വരണം. ഇംഗ്ലണ്ടിൽ
അദ്ദേഹം കിട്ടിയ അവസരം അത്രയധികം മുതലെടുത്തില്ല. മാത്രമല്ല ഫസ്റ്റ് ടെസ്റ്റിലും അത് അദ്ദേഹത്തിൽ നിന്ന് അങ്ങനെ വന്നില്ല. അപ്പോൾ വലിയൊരു പ്രഷറിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. ഇവിടെ ഈ ടെസ്റ്റിൽ മനോഹരമായിട്ട് കിട്ടിയ അവസരം അദ്ദേഹം മുതലെടുത്തു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്കോർ വരുന്നത്. അപ്പം തീർച്ചയായിട്ടും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പൊസിഷൻ ഊട്ടി ഉറപ്പിക്കേണ്ടതുണ്ട്. ആ ഒരു ഭാരം ഉണ്ടായിരുന്നു. അത് അദ്ദേഹം ഓൾമോസ്റ്റ് ഒന്ന് ഈസാക്കി എടുത്തിട്ടെന്ന് പറയാം. രാഹുൽ ഔട്ടായ ഘട്ടത്തിലാണ് അദ്ദേഹം വരുന്നത്. രാഹുൽ മനോഹരമായിട്ട് കളിച്ചു വന്നതാണ്. പക്ഷേ ജോമൽ വെള്ളിക്കാൻ്റെ പന്തിൽ അദ്ദേഹം സ്റ്റംപ്ഡായി പോവുകയായിരുന്നു. അത് നന്നായിട്ട് തിരിഞ്ഞ ഒരു ബോളായിരുന്നു. ഏതായാലും അതിനുശേഷം സായ് സുദർശൻ ജയ്സ്വാളുമായി ചേർന്ന് സെക്കൻഡ് വിക്കറ്റിൽ 197 റൺസാണ് അടിച്ചു കൂട്ടിയത്. അപ്പോൾ ജയ്സ്വാളിനെ സംബന്ധിച്ചിടത്തോളം അതിമനോഹരമായിട്ട് അദ്ദേഹം കളിച്ചു. ഒപ്പം സായ് സുദർശൻ്റെ ഒരു സപ്പോർട്ട് കൂടി ആ ഒരു ഘട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 38 റൺസിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് രാഹുൽ ഔട്ടാവുന്നത്. രാഹുൽ അതിന് മുമ്പത്തെ ഓവറിൽ സ്പിന്നർക്കെതിരെ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് ആഞ്ഞടിച്ചു. അത് വീണ്ടും പിന്നെ വരിക്കാനെതിരെയും ആവർത്തിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് അദ്ദേഹം ഔട്ടായി പോകുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആ ഒരു സെഷനിൽ നമ്മളെ ബുദ്ധിമുട്ടാക്കിയ തരത്തിൽ വന്നിട്ടുള്ളൊരു ബോളായിരുന്നു അത്. ആ ബോളിൽ തന്നെ അദ്ദേഹം അടിക്കാൻ ശ്രമിച്ച് ഔട്ടായി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പം അതിനുശേഷം ജയ്സ്വാളും അതുപോലെ തന്നെ സായ് സുദർശനും ചേർന്നുകൊണ്ട് അതിമനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി. കൃത്യമായി പറഞ്ഞാൽ രണ്ടാമത്തെ സെഷൻ വിക്കറ്റ്ലെസ് ആയി. രണ്ടാമത്തെ സെഷൻ വിക്കറ്റ്ലെസ് ആകുന്നതോടുകൂടി പൂർണ്ണമായിട്ടും വെസ്റ്റ് ഇൻഡീസിൻ്റെ കയ്യിൽ നിന്ന് കളി പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. സായ് സുദർശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ആ പ്രഷറിനപ്പുറം 165 പന്തുകൾ കളിച്ച് 12 ഫോറുകളുടെ സഹായത്തോടെ അദ്ദേഹം 87 റൺസ് അടിച്ച് ഒടുവിൽ വെരിക്കാൻ്റെ പന്തിൽ അവസാന സെഷനിൽ LBW ആവുകയായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ രാഹുൽ ഔട്ടായ പോലെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു ബോളായിരുന്നു. ഇന്നിപ്പം ശരിക്കും പറഞ്ഞാൽ അലാമിംഗ്ലി സ്പെൻഡ് ചെയ്തൊരു പന്ത് എന്ന് പറയാനുള്ളത് ഈ 2 പന്തുകളാണ്. അതിൽ 2 നമുക്ക് വിക്കറ്റുകൾ നഷ്ടമായി. ബാക്കിയൊക്കെ വളരെയധികം ഡിസിപ്ലിൻഡ് ആയിട്ട് പന്തെറിഞ്ഞു വെസ്റ്റ് ഇന്ത്യൻ താരങ്ങളെങ്കിലും വിക്കറ്റുകളൊന്നും അവർക്ക് വേറെ നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൂടി ശ്രദ്ധിക്കണം. ഇപ്പോൾ സായ് സുദർശൻ ക്രീസിലേക്ക് വരുമ്പോൾ തന്നെ അദ്ദേഹത്തിനൊരു ഫുൾ ടോസ് അദ്ദേഹത്തിൻ്റെ പാഡ്സിലേക്ക് വന്നുകൊണ്ടാണ് അദ്ദേഹത്തെ വെൽക്കം ചെയ്യുന്നത്. അത് അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ഏതായാലും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ വിക്കറ്റിന് ശേഷം ശുഭ്മൻ ഗില്ലാണ് ക്രീസിലേക്ക് വന്നത്. ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഇംഗ്ലണ്ടിൽ അതിമനോഹരമായിട്ട് കളിച്ചിട്ട് ഇന്ത്യൻ ടീമിനെ മനോഹരമായിട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഇവിടെ നമ്മൾ മികച്ച ഇന്നിങ്സ് പ്രതീക്ഷിക്കുന്നു. 68 പന്തിൽ നിന്ന് 3 ഫോറുകളുടെ സഹായത്തോടെ 20 റൺസാണ് ശുഭ്മൻ ഗില്ല് നേടിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം പുറത്താകാതെ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ജയ്സ്വാളും പുറത്താകാതെ നിൽക്കുന്നു. അപ്പോൾ നാളത്തെ ദിവസം പൂർണ്ണമായിട്ടും നമ്മുടെ ബാറ്റർമാർ കാര്യങ്ങൾ കൈയാളും എന്ന് തന്നെ വേണം കരുതാൻ. ഇതേപോലെയാണ് പോകുന്നതെങ്കിൽ ഒരു 400 റൺസ് 500 റൺസ് ഒക്കെ നാളെ തന്നെ ഒരു 500 റൺസിലേക്കൊക്കെ ഇന്ത്യൻ ടീം എത്തുമെന്ന് തന്നെ കരുതണം. അതോടുകൂടി വെസ്റ്റ് ഇൻഡീസിന് കാര്യങ്ങൾ എത്തിപ്പിടിക്കുക എന്നുള്ളത് ഒട്ടും എളുപ്പമാവില്ല. ഇപ്പം വെസ്റ്റ് ഇൻഡീസിൻ്റെ കാര്യം നമ്മൾ എടുത്ത് പറയേണ്ടത്, അവരെ സംബന്ധിച്ചിടത്തോളം ബൗളർമാർ വെൽ ഡിസിപ്ലിൻഡ് ആയിട്ട് പന്തെറിഞ്ഞിട്ടുണ്ട് ആദ്യ സെഷനിലും അവസാന സെഷനിലും ഒക്കെ. പക്ഷേ അതിനിടയിൽ അവർ ചില ലൂസ് ബോളുകൾ എറിഞ്ഞുകൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഓരോ ഓവറിൽ ഒരു ബൗണ്ടറി ബോൾ എന്ന രൂപത്തിൽ അവരുടെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വൈഡില്ല, നോ ബോളില്ല, എക്സ്ട്രാസ് ഇല്ല എന്നൊക്കെ പറയുമ്പോഴും അങ്ങനെ ചില ലൂസ് ബോളുകൾ വന്നപ്പോൾ അത് കൃത്യമായിട്ട് ക്യാഷ് ചെയ്തു. ഇപ്പം അതാണ് ജയ്സ്വാളിൻ്റെ ഇന്നിങ്സിൻ്റെ ഒരു പ്രത്യേകതയും. അദ്ദേഹം അനാവശ്യമായിട്ടുള്ള ഷോട്ടുകളിലേക്ക് ഇവിടെ പോയില്ല. അദ്ദേഹം സാധാരണ ഇതിൽ കുറച്ചുകൂടി അഗ്രസീവായിട്ട് കളിക്കുന്ന ആളാണല്ലോ. അതിലേക്ക് അദ്ദേഹം ഇവിടെ പോയോ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് അർഹിക്കുന്ന ബോളുകൾ മാത്രമേ അദ്ദേഹം ശിക്ഷിച്ചിട്ടുള്ളൂ. പേഷ്യൻസും കാണിക്കുന്നു. ആവശ്യമുള്ള സമയത്ത് അദ്ദേഹം അത് ഉപയോഗപ്പെടുത്തി, സാഹചര്യം ഉപയോഗപ്പെടുത്തി ബാറ്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു ഇന്നിങ്സിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ 173 റൺസുമായിട്ട് ജയ്സ്വാളും 20 റൺസുമായിട്ട് ശുഭ്മൻ ഗില്ലും ക്രീസിലുള്ളപ്പോൾ നമ്മളൊരു 500 റൺസിന് മുകളിലുള്ള സ്കോറാണ് നാളെ പ്രതീക്ഷിക്കുന്നത്. ആദ്യ സെഷനിൽ വിക്കറ്റുകൾ വീഴ്ത്തിയില്ലെങ്കിൽ 2-3 വിക്കറ്റുകൾ വീഴ്ത്താൻ പറ്റിയില്ലെങ്കിൽ പൂർണ്ണമായിട്ടും വെസ്റ്റ് ഇൻഡീസിന് ഈ കളി കൈവിടും. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സ് കൊണ്ടുവരാം.